കർത്താവിനോട് പറ്റിയിരിക്കുക എന്നുള്ള ഒരു ദൂതാണ്. കർത്താവിനോട് നാം പറ്റിയിരുന്നാൽ കഴിഞ്ഞ 3 മാസങ്ങളെക്കാൾ ഒരു സ്റ്റെപ്പും കൂടെ അടുത്ത് ദൈവ സാന്നിധ്യത്തോട്, ഒരു സ്റ്റെപ്പും കൂടെ അടുത്ത് ദൈവകൃപയോട്, പ്രാർത്ഥനയോട്, വചനധ്യാനത്തോട്, ആരാധനയോട്, ഉപവാസത്തോട് ഈ 4-ാം മാസം നമുക്ക് ചേർന്നിരിക്കാം. ലോകവും അതിൻ്റെതായ ഓരോ സംഭവങ്ങളും നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ പുതിയ കാര്യങ്ങൾ അവിടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയങ്ങളിൽ ദൈവജനം, ദൈവസഭ ഒരു ലക്ഷ്യബോധമില്ലാത്തവരായിട്ടല്ല, മറിച്ച് ദൈവ സാന്നിധ്യത്തോട് അല്പം കൂടെ പറ്റിയിരിക്കുന്നവരായി നമ്മളെ തന്നെ ഒന്ന് തീർത്താൽ, നമ്മുടെ കുടുംബത്തെ തീർത്താൽ എന്തോ വലിയ ഗ്ലോറി, വലിയ ദൈവമഹത്വം നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്കകത്ത്, നമ്മുടെ സഭയിൽ ഒക്കെ നടക്കുവാനിടയായി തീരും. ആമേൻ. സ്വോത്ര സങ്കീർത്തനക്കാരൻ പറയാ, എൻ്റെ ഉള്ളം, ആമേൻ, ലോർഡ്, ആമേൻ, മൈ സ്പിരിറ്റ് ഓർ മൈ സോൾ, ആമേൻ, ക്ലിങ് ടു യു. ആമേൻ, നിന്നോട് പറ്റിയിരിക്കുന്നു. ആമേൻ, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഉള്ളം അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് പറ്റിയിരുന്നാൽ ഉള്ള 1-2 ഗുണങ്ങളെ പറ്റി പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിക്കാം. ഒന്ന്, നമ്മുടെ ഉള്ളം, എൻ്റെ ഉള്ളം ദൈവത്തോട് പറ്റിയിരിക്കുന്നു. എത്ര പേർക്ക് ഈ ദിവസങ്ങളിൽ പറയുവാൻ കഴിയും, കർത്താവേ, വേറെ ഏതിനോട് എൻ്റെ ഉള്ളം കൊതിക്കുന്നതിനേക്കാൾ, വേറെ ഏതിനോടും എൻ്റെ ഉള്ളം ദാഹിക്കുന്നതിനേക്കാൾ ദൈവത്തോട്, ദൈവ സാന്നിധ്യത്തോട്, നിന്റെ പ്രാകാരങ്ങൾ. 84-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് ഞാൻ മോഹിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ഉള്ളം അവിടെ പറയുകയാണ്. 84-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ഉള്ളം, നാം വായിച്ചടത്ത് എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. 63-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം, 84-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിലും സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിക്കുന്നു. നോക്കിയേ, 63-ാം സങ്കീർത്തനത്തിൽ ദാവീദും 84-ാം സങ്കീർത്തനത്തിൽ കോരഹ് പുത്രന്മാരും ഒരേ കാര്യം പറയുക, എൻ്റെ ഉള്ളം ദാഹിക്കുന്നു. എൻ്റെ ഉള്ളം ദാഹിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല. ഈ ലോകത്തിലെ വേറെ ഒരു വസ്തുതകൾക്കായിട്ടല്ല, ഈ ലോകത്തിലെ വേറെ ഒരു സ്ഥാനമാനങ്ങൾക്കായിട്ടല്ല. എല്ലാത്തിലും ഉപരി നിന്റെ സാന്നിധ്യം, നിന്നോട് ചേരാൻ, അങ്ങയോട് പറ്റിയിരിപ്പാൻ എൻ്റെ ഉള്ളം വാഞ്ചിക്കുന്നു, അല്ലെങ്കിൽ കൊതിക്കുന്നു. 84-ാം സങ്കീർത്തനത്തിൽ പറയുക, എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. അടുത്തത് പറയുക, എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങൾ നമ്മുടെ ഉള്ളം ദൈവത്തോട് പറ്റിയിരുന്നാൽ നമുക്ക് ഉള്ള പ്രയോജനങ്ങൾ, ഒന്നാമതായി ആ 8-ാം വാക്യത്തിൽ തന്നെ പറയുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു എന്നാ പറഞ്ഞ. പ്രിയപ്പെട്ടവരെ, ഒരു താങ്ങുന്ന ഒരു കരം ഞാനും നിങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ലേ. നമ്മളെ താങ്ങുന്ന വാക്കുകൊണ്ടാണെങ്കിലും, ശാരീരികമായ ഒരു താങ്ങലാണെങ്കിലും, മാനസികമായതാകട്ടെ, ഫിസിക്കലോ ഫൈനാൻഷ്യലോ ആകട്ടെ, ആത്മീകമായതാകട്ടെ, നമ്മളെല്ലാവരും, മനുഷ്യൻ സഹജീവിയാണ്. മനുഷ്യൻ മറ്റൊരു വ്യക്തിയുമായി സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു താങ്ങൽ, സ്വോത്രം, ഒരു സപ്പോർട്ട് എല്ലായിടത്തും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അല്ലേ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വാക്കുകൊണ്ട്, അല്ലെങ്കിൽ സ്വോത്രം, എൻ്റെ ഒരു ആവശ്യങ്ങളിൽ ശരീരം കൊണ്ട്, എൻ്റെ മറ്റ് ആവശ്യങ്ങളിൽ ഫൈനാൻഷ്യലി ആകട്ടെ, മെന്റലി ആകട്ടെ, അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് ഒക്കെ ഒരു സപ്പോർട്ട്, ഒരു താങ്ങാൻ
എന്നെ ഒന്ന് കൈത്താങ്ങാൻ എന്ന് നാം ആഗ്രഹിക്കുമ്പോൾ ഇവിടെ ആമേ വചനം എഴുതിയിരിക്കുന്നു, മനുഷ്യനും ആമേ മറ്റു വ്യക്തികളും താങ്ങുന്നതിനേക്കാൾ ആമേ അപ്പുറത്ത് ആമേ എൻ്റെ ഉള്ളം യഹോവയെ നിന്നോട് പറ്റിയിരിക്കുന്നു, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. അവിടെ പറയുകയാണ് ആമേ നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. ഈ മാസത്തിൽ അസാധാരണമായ ദൈവിക ആമേ സപ്പോർട്ട്, ആമേ ദൈവികമായ താങ്ങൽ, നിനക്ക് കഴിയാത്ത ഇടങ്ങളിലൊക്കെ നിന്നെ തള്ളിക്കയറ്റുക എന്നൊക്കെ പറയത്തില്ലേ, ആമേ യഹോവയുടെ കരം താങ്ങുന്ന ആമേൻ സ്തോത്രം വാക്കുകൊണ്ടാകട്ടെ, ആമേൻ 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 വചനം കൊണ്ടാകട്ടെ, അതല്ല ആമേൻ സ്തോത്രം ആമേൻ ഫിസിക്കലി ആകട്ടെ, ആമേൻ നമ്മളെ താങ്ങുന്ന യഹോവയുടെ കരം ഈ മാസത്തിൽ ദൈവജനം കാണാൻ പോകുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നിങ്ങൾ തളർന്നു, ആമേ ഞാനിപ്പോൾ ആമേ കുഴയും എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന മേഖലകളിൽ നിങ്ങളെ താങ്ങുന്ന വചനം പറയുന്നു, കീഴേ ശാശ്വത ഭുജങ്ങൾ നിനക്കുണ്ട്. ആമേ നീ ഒന്ന് തളരുമ്പോൾ, നീ ഒന്ന് വാടുമ്പോൾ, നീ വീണുപോകാതെ നിന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്. ഇന്നലകളിൽ ആ കരത്തിനകത്ത് ഞാനും നിങ്ങളുമായിരുന്നത് കൊണ്ടാ നമ്മൾ വീണുപോകാഞ്ഞത്, നമ്മൾ കുഴഞ്ഞു പോകാഞ്ഞത്. ആമേ ഈ മാസത്തിലും ആമേ പ്രിയ ദൈവജനമേ, നിങ്ങളുടെ ഉള്ളം അവനോട് പറ്റിയിരിക്കട്ടെ, നിങ്ങൾ അവനോട് പറ്റിയിരിക്കട്ടെ. അവന്റെ കരം താങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയും. നിങ്ങളുടെ രോഗശയ്യയിൽ അവൻ നിങ്ങളെ താങ്ങും. നിങ്ങളുടെ ആമേ സാമ്പത്തിക ഭാരത്തിനകത്ത് അവന്റെ കരം നിങ്ങളെ താങ്ങും. നിങ്ങൾ മുറിവേറ്റ് ക്ഷീണിതനായി കിടക്കുമ്പോൾ ആ കരം നിങ്ങളെ താങ്ങും. ആമേൻ ആമേ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഇതാ ആമേൻ ആമേ എൻ്റെ ഉള്ളം താങ്ങുന്ന എൻ്റെ വൃതൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം നമ്മളെ താങ്ങുന്ന ദൈവമാണ്. മറ്റുള്ളവർ മറക്കുമ്പോൾ, മറ്റുള്ളവർ മാറുമ്പോൾ, ആമേൻ സ്തോത്രം ആമേൻ. യെശയ്യാ പ്രവചനം 42-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും എൻ്റെ ദൈവത്തിന്റെ കൈ താങ്ങുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആമേൻ സ്തോത്രം ഓടുന്നത്. നമ്മളെ താങ്ങുന്ന ഒരു കരമുണ്ട്, ഒരു അദൃശ്യകരം നമ്മളെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. ആമേൻ സ്തോത്ര സ്തോത്ര സ്തോത്ര. അനേകർ കുഴിക്കകത്തോട്ട് ഇറങ്ങിപ്പോയപ്പോൾ, അനേകർ തളർന്ന് ആമേ വീണുപോയപ്പോൾ, ആമേ എന്നെയും നിങ്ങളെയും താങ്ങുന്ന ഒരു കരത്തെ ആത്മാവിൽ കാണാൻ കഴിയുന്നവർ ആമേൻ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. ആമേൻ. ആയതുകൊണ്ടുള്ള ഒന്നാമത്തെ പ്രയോജനം, നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ്റെ വലങ്കൈ നമ്മളെ ഉണ്ടാക്കിയ കയ്യാ. അവൻ്റെ വലങ്കൈ നമുക്ക് വേണ്ടി മുറിവേറ്റ കരമാ. ആ കരം ഉയർന്നിരിക്കുന്നു, ആ കരം വീര്യം പ്രവർത്തിക്കുന്നു. നമ്മുടെ ഉള്ളം അവനോട് പറ്റിയിരുന്നാൽ ഒന്ന്, അവൻ്റെ വലങ്കൈ നമ്മളെ താങ്ങും. രണ്ടാമതായി, നമ്മുടെ ഉള്ളം അവനോട് പറ്റിയിരിക്കുമ്പോൾ 63-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം പറയുന്നു, അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. അപ്പൊ രണ്ട്, ആമേൻ, നമ്മുടെ ഉള്ളം അവനോട് പറ്റിയിരിക്കുമ്പോൾ അവന്റെ പവർ ആൻഡ് ഗ്ലോറി ആമേൻ നമുക്ക് കാണുവാനിടയായിത്തീരും. ഈ മാസം, ഏപ്രിൽ മാസം, കർത്താവിനോട് പറഞ്ഞത്, ആമേൻ, ഏപ്രിൽ മന്ത്, the month of you are going to see the power and glory of God. You are going to see the power and glory of God. The April month is the month of power and glory. യഹോവയുടെ മഹത്വവും ആമേ ബലവും നിന്നെ കാണിക്കാൻ പോകുകയാണ് എൻ്റെ ദൈവം. ആമേ, കാരണം എന്തെന്നറിയാമോ? തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കാണാൻ യഹോവയുടെ കണ്ണ് ഭൂമിയിൽ എല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്ന. അങ്ങനെയെങ്കിൽ ആമേ, യഹോവയുടെ കണ്ണ് ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുമ്പോൾ തങ്ങൾ ഏകാഗ്രചിത്തരായി തന്നോട് പറ്റിയിരിക്കുന്ന, ഉള്ളം തന്നോട് പറ്റിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് തന്നെത്താൻ ബലവാനാണെന്ന് യഹോവയ്ക്ക് കാണിക്കണം. അതായത് യു ആർ ഗോയിങ് ടു സീ ദ പവർ ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ആമേ, അങ്ങനെ നിന്റെ ബലവും മഹത്വവും ഈ മാസത്തിൽ നീ യഹോവയുടെ ബലവും മഹത്വവും കാണും. നിന്റെ തലമുറ യഹോവയുടെ മഹത്വം കാണും. ആമേൻ ആമേ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് അവന്റെ ആമേ ബലമെന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആമേ, നിമിഷ നേരത്തിനുള്ളിൽ ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് ചെങ്കടലിനകത്തൂടെ വഴി തുറന്ന അവന്റെ ബലത്തിന്റെ, അവന്റെ ഭുജബലം, യാക്കോബിൻ വല്ലഭന്റെ ഭുജ, ആമേ, ആ ബലം
അവന്റെ മഹത്വവും കാണുവാനിടയായിത്തീരും. മനസ്സിലായവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ, നിന്റെ അടഞ്ഞ വാതിലിന്റെ നടുവിൽ, നിന്റെ രോഗശയ്യയിൽ ആമേൻ നിനക്കെതിരെ ശത്രു ഉയർത്തിയ തന്ത്രങ്ങൾക്കകത്ത് ആമേൻ സ്തോത്രം യഹോവയുടെ ബലവും ആമേൻ മഹത്വവും നീ കാണാൻ പോകുക. ഒരു സൈഡിൽ ശത്രു നിനക്കെതിരെ കഴുമരം ഉയർത്തുമ്പോൾ മറു സൈഡിൽ യഹോവയുടെ ആമേൻ വല്ലഭത്വം നീ കാണാൻ പോകുക. യെസ്, യു ആർ ഗോയിങ് ടു സീ ദ പവർ and glory of God. അപ്പോൾ ഒന്ന്, നമ്മുടെ ഉള്ളം അവനോട് പറ്റിയിരുന്നാൽ അവന്റെ വലം കൈ നമ്മളെ താങ്ങും. രണ്ട്, നമ്മുടെ ഉള്ളം അവനോട് പറ്റിയിരിക്കുമ്പോൾ യഹോവയുടെ ബലവും മഹത്വവും കാണുവാനിടയായിത്തീരും. ശുശ്രൂഷകന്മാരെ, ഈ മാസം നിങ്ങളുടെ ശുശ്രൂഷകളിൽ ഭയങ്കര ദൈവിക ഗ്ലോറി, ആ ദൈവിക ബലവും മഹത്വവും പ്രകടമാകത്തക്ക രീതിയിൽ, ദൃശ്യമായ രീതിയിൽ അത് പ്രകടമാകത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. എത്ര പേർ ആഗ്രഹിക്കുന്നു, യഹോവേ നിന്റെ ബലവും നിന്റെ മഹത്വവും എനിക്ക് കാണണം. ഈ മാസത്തിൽ നിങ്ങളുടെ ഉള്ളം ദൈവത്തോട് പറ്റിയിരുന്ന് നിങ്ങൾ പ്രാർത്ഥനയോടെ ആലയത്തിലേക്ക് വാ. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായിക്കോ, പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. നിങ്ങൾ ബലവും മഹത്വവും നിങ്ങൾ കാണാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. വിവരിപ്പാൻ സമയമില്ലല്ലോ, വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോകട്ടെ. 3, നമ്മുടെ ഉള്ളം ദൈവത്തോട് പറ്റിയിരുന്നാലുള്ള മൂന്നാമത്തെ ഒരു ഗുണം 91-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അപ്പോൾ നമ്മുടെ ഉള്ളം ദൈവത്തോട് പറ്റിയിരിക്കട്ടെ. നിനക്ക് ചില വിടുതലുകൾ വരാൻ പോകുക. ഹല്ലേലൂയ. നിനക്ക് ചില വിടുതലുകളുടെ മാസം, ചില വിടുതലുകൾ കർത്താവ് പ്രവർത്തിക്കാൻ പോകുക. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. സ്തോത്രം. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ, അതായത് അവന്റെ ഉള്ളം എന്നെ അറിയുകയാൽ, അവന്റെ ഉള്ളം എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ ഉയർത്തുമെന്നാണ്. അടുത്ത നിലവാരങ്ങളിലേക്ക് നമ്മളെ ഉയർത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഇപ്പോൾ നാം ആയിരിക്കുന്ന ഏത് സ്റ്റെപ്പാണോ, ഏത് ലെവലാണോ, അവിടെ നിന്നും അടുത്ത ഒരു നിലവാരത്തിലേക്ക് നിങ്ങളുടെ ചർച്ചിനെ ഉയർത്തുവാൻ, നിങ്ങളുടെ കുടുംബത്തെ ഉയർത്തുവാൻ, നിങ്ങളുടെ തലമുറകളെ ഉയർത്തുവാൻ, നിങ്ങളെ വ്യക്തിപരമായി ഉയർത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ഉയർച്ച എൻ്റെ കർത്താവിങ്കിൽ നിന്നുമാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ മാസത്തിൽ അടുത്ത ഒരു അപ്ലിഫ്റ്റിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുക. ഒന്ന്, നമ്മുടെ ഉള്ളം ദൈവത്തോട് പറ്റിയിരുന്നാൽ ഹിസ് ഹാൻഡ്സ് വിൽ അപ്ഹോൾഡ് യു, അവന്റെ കരം നിങ്ങളെ താങ്ങും. രണ്ട്, അവന്റെ കരം വിൽ അപ്ലിഫ്റ്റ് യു, അവന്റെ കരം നിങ്ങളെ അടുത്ത ലെവലിലേക്ക് ഉയർത്തും. 3, യു വിൽ സീ ദ പവർ ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഈ മാസം നമ്മുടെ ഉള്ളം ദൈവത്തോട് പറ്റിയിരിക്കട്ടെ, നമ്മുടെ ഹൃദയം ദൈവത്തോട് പറ്റിയിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ അവന്റെ വലം കൈ നമ്മളെ താങ്ങും. അവന്റെ ബലവും മഹത്വവും നമ്മൾ കാണും. അവനോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവന്റെ നാമത്തെ അറിയിയാൽ ഉയർത്തും. ഒരു ഉയർച്ച വരും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ ജനത്തിനായി സ്തോത്രം. ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളോട് ഇടപെട്ട ദൈവിക ദൂതുകൾക്കായി സ്തോത്രം. സങ്കീർത്തനക്കാരൻ 63-ാം സങ്കീർത്തനത്തിൽ ദാവീദും 84-ാം സങ്കീർത്തനത്തിൽ കോരഹും പറയുക, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. യഹോവേ, എൻ്റെ ഉള്ളം നിന്റെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിക്കുന്നു. അവർ രണ്ടുപേരും യഹോവയുടെ മഹത്വം കണ്ടു. അവർ രണ്ടുപേരും യഹോവയുടെ വല്ലഭത്വം കണ്ടു. അവർ രണ്ടുപേരും ദൈവത്താൽ ഉയർത്തപ്പെട്ടു. അവരെ രണ്ടുപേരെയും ദൈവം താങ്ങി. അങ്ങനെയെങ്കിൽ ഈ മാസത്തിൽ നിന്റെ ജനം അവരുടെ ഉള്ളം അങ്ങയോട് പറ്റിയിരിക്കുമ്പോൾ കർത്താവേ, അവരും ഇതുപോലെ അത്ഭുതങ്ങളെ കാണത്തക്ക രീതിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാൽ സ്തോത്രം. ഇവരെ അങ്ങ് താങ്ങുന്ന ശ്രേഷ്ഠകരമായ ആ പ്രവൃത്തി ഇവരുടെ കണ്ണാലെ കാണട്ടെ. ഇവർ അങ്ങയുടെ ബലവും മഹത്വവും കാണട്ടെ. ഇവരെ അങ്ങ് അപ്ലിഫ്റ്റ് ചെയ്യുന്നതോർത്ത്, ഉയർത്താൻ പോകുന്നതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ.